നമസ്കാരം എല്ലാവർക്കും. എല്ലാ ദിവസവും വൈകുന്നേരം 6 മണിക്കുള്ള പോസ്റ്റ് മാർക്കറ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. അങ്ങനെ തുടർച്ചയായി നിഫ്റ്റിക്ക് 4 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് പോസിറ്റീവിൽ ക്ലോസിംഗ് രേഖപ്പെടുത്താൻ സാധിച്ചു. ഇന്ന് റിയാലിറ്റി ഇൻഡെക്സ് ഒഴികെ ബാക്കി ഒട്ടുമിക്ക സെക്ടോറിയൽ ഇൻഡസീസും ഇന്ന് നേട്ടം കൈവരിച്ചു. നിഫ്റ്റി IT, മീഡിയ, നിഫ്റ്റി PSU ബാങ്ക്, മറ്റ് ബോർഡർ മാർക്കറ്റ്സും ഇന്ന് നേട്ടം കൈവരിച്ചു. സ്മോൾ ക്യാപ് 1.2% നേട്ടം കൈവരിച്ചപ്പോൾ മിഡ് ക്യാപ് ഇൻഡസീസ് 1.6% നേട്ടം കൈവരിക്കുകയുണ്ടായി. ഇന്ന് നിഫ്റ്റി ബാങ്കും ഫിൻനിഫ്റ്റിയും റെക്കോർഡ് ഓൾ ടൈം ഹൈ ടച്ച് ചെയ്തു. ബാങ്ക് നിഫ്റ്റി 57,000 മുകളിൽ പോയി. ഫിൻനിഫ്റ്റി 27,000 എന്ന ലെവലിന് മുകളിൽ. നിഫ്റ്റി ഇന്നൊരു ചെറിയ റേഞ്ചിലാണ് വ്യാപാരം നടത്തിയത്. ഏകദേശം ഒരു 110 പോയിന്റ് റേഞ്ചിൽ മാത്രമേ ഇന്ന് നിഫ്റ്റി ട്രേഡ് ചെയ്തുള്ളൂ. ബജാജ് ഫിനാൻസ്, കൊട്ടാക് മഹീന്ദ്ര ബാങ്ക്, ആക്സിസ് ബാങ്ക്, ജിയോ ഫിനാൻഷ്യൽ, ട്രെൻഡ് തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നിഫ്റ്റിയിൽ നേട്ടം കൈവരിച്ചപ്പോൾ ICICI ബാങ്ക്, ടൈറ്റാൻ കമ്പനി, M&M, അദാനി പോർട്സ്, ഇറ്റേണൽ എന്നീ സ്റ്റോക്കുകൾ ഇന്ന് നഷ്ടം നേരിട്ടു. ഇന്ന് ബാങ്ക് നിഫ്റ്റിയും ഫിൻനിഫ്റ്റിയൊക്കെ റാലി നടത്താൻ പ്രധാനപ്പെട്ട കാരണം RBIയുടെ ഭാഗത്തു നിന്നുള്ള CRR, അതായത് ക്യാഷ് റിസർവ് റേഷ്യോ വന്നേക്കുന്ന ട്രിമ്മിംഗ് ആണ്. അതായത് ഏകദേശം 100 ബേസിസ് പോയിന്റ് കട്ടാണ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. വെള്ളിയാഴ്ചത്തെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട് ഞാനിത് മെൻഷൻ ചെയ്യുകയുണ്ടായി. 25 ബേസിസ് പോയിന്റ്സ് വീതം സെപ്റ്റംബർ 6നും ഒക്ടോബർ 4നും നവംബർ 1നും നവംബർ 29നുമായിട്ട് 25 ബേസിസ് പോയിന്റ്സ് വീതം 4 തവണയായിട്ട് കുറയ്ക്കും. ഇത് തന്നെയാണ് ഇത് നമ്മുടെ ബാങ്കിങ്ങും ഫിനാൻസ് സെക്ടറിലും നേട്ടത്തോടു കൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ നമ്മളെ സഹായിച്ച പ്രധാനപ്പെട്ട കാരണം. ഇന്ന് ഇൻഷുറൻസ് സെക്ടറുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ പുതിയ വാർത്തകൾ വരുന്നുണ്ട്. ഗവൺമെന്റ് ഒരു പുതിയ പോളിസി കൊണ്ടുവരുവാണ്, ഇൻഷുറൻസ് ഫോർ ഓൾ എന്ന രീതിയിൽ. അതാണ് ഒരു ടാഗ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഇൻഷുറൻസിൽ ഉള്ള GST കട്ട് ചെയ്യുവാൻ, മൊത്തത്തിൽ കട്ട് ചെയ്യും എന്നുള്ള ന്യൂസുകൾ വരുന്നുണ്ട്. ഇൻഷുറൻസിന്റെ സ്ട്രക്ചറിനെ തന്നെ റീസ്ട്രക്ചർ ചെയ്യുമെന്നൊക്കെയുള്ള പുതിയ വാർത്തകൾ വരുന്നുണ്ട്. ഡീറ്റെയിൽസ് ഒക്കെ പുറത്ത് വന്നിട്ടില്ല, ഇങ്ങനെ ന്യൂസുകൾ വരുന്നതേ ഉള്ളൂ. അതൊക്കെ നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ പങ്കുവയ്ക്കാം. അതുകൊണ്ട് തന്നെ ഇൻഷുറൻസ് മേഖലയിലേക്ക് ഒരു നോട്ടം വയ്ക്കുന്നത് ചിലപ്പോൾ നല്ലതിനായേക്കാം. ഇന്ന് നിഫ്റ്റി 25,100 എന്ന ലെവലില് പല പ്രാവശ്യങ്ങളും റെസിസ്റ്റൻസ് നേരിടുകയുണ്ടായി. നിഫ്റ്റിയിൽ ഇപ്പോൾ കാണുന്ന ട്രെൻഡ് മുകളിലേക്ക് എപ്പോഴൊക്കെ നിഫ്റ്റി പോകാൻ ശ്രമിക്കുന്നു അപ്പോഴൊക്കെ ഒരു സെല്ലിംഗ് പ്രഷർ അനുഭവപ്പെടുന്നുണ്ട്. ഇന്ന് ഇന്ത്യ വിക്സിൽ ഏകദേശം 0.4% ഉയർച്ച കണ്ടു. നിഫ്റ്റിയുടെ വീക്കിലി ഓപ്ഷൻസിൽ പുട്ട് സൈഡിലേക്കുള്ള ഫാർ അവേ സ്ട്രൈക്സിലൊക്കെ ഇന്ന് ഏകദേശം 15% മുതൽ 40% പ്രീമിയത്തിന്റെ ഇൻക്രീസ് 3 മണിക്ക് ശേഷം കാണുവാൻ സാധിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസിലേക്ക് കടക്കാം. ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ടൈം ടെക്നോപ്ലാസ്റ്റ് മോട്ടിലാൽ ഒസ്വാൾ സ്റ്റോക്കിന് ഒരു ബൈ റേറ്റിംഗ് നൽകുകയുണ്ടായി. 578 രൂപ ആണ് സ്റ്റോക്കിന്റെ ടാർഗറ്റ് പ്രൈസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. തൽഫലമായി തന്നെ ഇന്ന് ഇൻട്രഡേ ബേസിസിൽ സ്റ്റോക്കിൽ ഒരു 9% റാലി കാണുവാനായിട്ട് സാധിച്ചു. അഫ്കോൺസ് ഇൻഫ്ര 700 കോടി രൂപയുടെ ഒരു പുതിയ വർക്ക് ഓർഡർ റിലയൻസ് ഇൻഡസ്ട്രിയുടെ ഭാഗത്തു നിന്നും കമ്പനിക്ക് ലഭിക്കുകയുണ്ടായി. തൽഫലമായി തന്നെ ഇന്ന് ഒരു 6% നേട്ടം സ്റ്റോക്കിൽ കൈവരിക്കാൻ സാധിച്ചു. ഗാർഡൻ റിച്ച് ഷിപ്പ് ബിൽഡേഴ്സ് സ്വീഡനും ഡെൻമാർക്കുമായി കമ്പനി പുതിയ ഒരു MOU സൈൻ ചെയ്തു. തൽഫലമായി തന്നെ ഇന്ന് ഒരു 5% നേട്ടം സ്റ്റോക്കിൽ കാണുവാനായിട്ട് സാധിച്ചു. റെയിൽടെൽ കമ്പനിക്ക് 259 കോടി രൂപയുടെ ഓർഡർ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് 2 ഓർഡറുകളിലായി ലഭിക്കുകയുണ്ടായി. റൈറ്റ്സ് ഹിന്ദുസ്ഥാൻ കോപ്പറുമായിട്ട് പുതിയൊരു MOU സൈൻ ചെയ്യുകയുണ്ടായി കമ്പനി, ക്രിട്ടിക്കൽ മിനറൽ സപ്ലൈ ചെയിൻ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട്. MCX ഇന്ന് സ്റ്റോക്കിൽ ഒരു 4% റാലി കണ്ടു. സ്റ്റോക്ക് ലൈഫ് റെക്കോർഡ് ഓൾ ടൈം ഹൈ ഇന്ന് ടച്ച് ചെയ്തു. രാവിലെ നമ്മൾ ന്യൂസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റോക്കിന് സെബിയുടെ അപ്രൂവൽ കിട്ടി ഇലക്ട്രിസിറ്റി ഡെറിവേറ്റീവ്സിൽ പങ്കെടുക്കുവാൻ വേണ്ടി. ഹിന്ദുസ്ഥാൻ സിങ്ക്
ഒരു 4% റാലി സ്റ്റോക്കിൽ കാണുവാൻ സാധിച്ചു. കാരണം ജൂൺ 11 ബോർഡ് മീറ്റിംഗ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഫൈനൽ ഇൻട്രീം ഡിവിഡൻഡ് ഫിനാൻഷ്യൽ ഇയർ 2025-26 ഡിക്ലെയർ ചെയ്യുന്നതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുവാൻ വേണ്ടിയാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ലൈക്ക് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്.